കഴിഞ്ഞ നവംബർ മാസത്തിൽ വീണ്ടും വിവരാവകാശ അപ്പീൽ നൽകുകയുണ്ടായി. ആ അപ്പീലിന് കിട്ടിയിരിക്കുന്ന മറുപടി ആകട്ടെ, സർക്കാരിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രമേ പുറത്തു വിടാനാകൂ എന്നുള്ള ഒരു മറുപടി ആണ് ലഭിച്ചത്. എന്താണ് സർക്കാർ ഇത്രമാത്രം ഇത് രഹസ്യമാക്കി വെക്കുന്നത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതേസമയം നിർദ്ദേശങ്ങളായിട്ടുള്ളത് മറ്റ് വിവിധ വകുപ്പുകളിലേക്ക്, ഏതാണ്ട് 33 വകുപ്പുകളിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുള്ള 252 നിർദ്ദേശങ്ങളും ഇതിനോടകം പങ്കുവെക്കുകയുണ്ടായി. നിർദ്ദേശങ്ങളുടെ മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ ഒന്നും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് സംവിധാനത്തെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് നിർദ്ദേശങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ റിപ്പോർട്ട് എന്ത് പഠനമാണ് ഈ കമ്മീഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമുക്ക് വേണ്ടത്. ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ എന്ത്, ഏതൊക്കെ മേഖലയിലാണ് ഈ കമ്മീഷൻ, ജെ.വി. കോശി കമ്മീഷൻ പഠനം നടത്തിയിരിക്കുന്നത്, അതിനുള്ള ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്, നിർദ്ദേശങ്ങളല്ല. അതേസമയം പറഞ്ഞിരിക്കുന്ന 258 നിർദ്ദേശങ്ങളും സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സർക്കാർ നിർവഹിക്കണമെന്നുള്ളതാണ് CBCI ലൈറ്റി കൗൺസിലും കത്തോലിക്ക കോൺഗ്രസും മലങ്കര കാത്തലിക് അസോസിയേഷനും ലാറ്റിൻ കാത്തലിക് അസോസിയേഷനും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. സംസ്ഥാന സർക്കാരിനോട് നമുക്ക് പറയുവാനുള്ള ഇതാണ്, സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയ അജണ്ട എന്നതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച കമ്മീഷൻ പിന്നീട് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഒരു വോട്ട് രാഷ്ട്രീയം എന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് പരസ്യപ്പെടുത്തുവാനും സമയബന്ധിതമായിട്ട് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനും തയ്യാറാകുമെന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.